ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. RPN വെൽഡിംഗ് വർക്കിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഒരു പുതിയ സൈറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കൊല്ലങ്കോട് നെന്മേനി ഭാഗത്താണ് ആ സൈറ്റ് തുടങ്ങിയിട്ട് ഒരു 4000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പുകൾ എന്നൊക്കെയും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ആ വർക്കിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗമാണ്. ഇന്ന് പ്രൈമറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈമർ അടിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ മുതലേ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇന്ന് പ്രൈമർ അടിയാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ നമുക്ക് ആ വർക്കും അതേപോലെ തന്നെ ഏതൊക്കെ പൈപ്പ് നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരാഴ്ച നല്ല മഴയായിരുന്നു. ഇപ്പോഴും നല്ല മഴക്കാറുണ്ട്. മഴയൊക്കെ മാറി നിൽക്കുന്നു. ഇവിടെ കാണുന്ന വീടാണ് നമ്മൾ റൂഫ് ചെയ്യാൻ പോകുന്ന വീട് കേട്ടോ. ഫുള്ള് ആ വീടാണ് റൂഫ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫുള്ള് ഓട് വർക്കാണ്. 3 കോംബോ വരുന്നുണ്ട്. ബാക്കിയുള്ള ഫുള്ള് സ്ക്വയർ ഇതാണ് വരുന്നത്. ഫുള്ള് ഓടാണ്. ഇതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന റൂഫ്. പൈപ്പുകളൊക്കെ വന്നിറങ്ങിയിട്ട് പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സീതാർകുണ്ടിൻ്റെ താഴ്വര കേട്ടോ. നമ്മൾ അപ്പുറത്ത് കാണുന്നത് സീതാർകുണ്ടാണ്. സീതാർകുണ്ട് എന്ന് പറയുമ്പോൾ വെള്ളച്ചാട്ടം കൊണ്ടാ. ഇത് സീതാർകുണ്ടാണ്. നമ്മളതിൻ്റെ തൊട്ടടുത്ത് നെന്മേനി പറയുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പുകളൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 4ക്ക് 2 സ്ക്വയർ ട്യൂബാണ്. നമ്മളിത് ഫുൾ ഓട് വർക്കാണ് ചെയ്യുന്നത്. ലെങ്ത്ത് കൂടുതലാണ്. ഏരിയ ഫുള്ളും ഉണ്ട്. 4000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ടോട്ടൽ കഴുക്കോല് കംപ്ലീറ്റ് 4ക്ക് 2ആണ്. പട്ടിക മാത്രം വന്നിട്ട് നമ്മൾ 3/4ക്ക് 1.5ആണ്. കാല് കൊടുക്കുന്നത് വന്നിട്ട് 3ക്ക് 3 സ്ക്വയർ ട്യൂബാണ്. അപ്പോൾ താഴത്ത് പർലിങ്ങൊക്കെ താഴെയാണ് വെച്ചിരിക്കുന്നത്. പർലിങ് വന്നിട്ട് പ്രൈമർ അടിച്ചു. 3/4 ഭാഗം പർലിങ് പ്രൈമർ അടിച്ചു കഴിഞ്ഞു. അതൊക്കെ 3/4ക്ക് 1.5ആണ്. ഇനി സൺസൈഡൊക്കെ അടിക്കാനുണ്ട്. അതിന് വന്നിട്ട് 3ക്ക് 1.5 സ്ക്വയർ ട്യൂബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലറിന് വേണ്ടിയിട്ട് അതൊക്കെ സ്ക്വയർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 6 കാറിൻ്റെ സ്ക്വയർ പ്ലേറ്റാണ് ഫില്ലറിനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആങ്കർ ബോൾട്ട് വന്നിട്ട് നമുക്ക് 10 mm ആങ്കർ ബോൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലറൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രൈമർ അടി കഴിഞ്ഞായിരുന്നേ. അപ്പോൾ പ്രൈമർ അടി കഴിഞ്ഞ് നമ്മളിപ്പോൾ കാലൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി തുറന്നിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം കേട്ടോ നമ്മുടെ. ഇപ്പോൾ മുകളിലവർ കാർ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമർ അടിയെല്ലാം കഴിഞ്ഞ പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഫില്ലറുകൾ കട്ട് ചെയ്ത് പ്ലേറ്റൊക്കെ വെക്കാമെന്ന് പറഞ്ഞ് ആ പരിപാടിയിലേക്ക് നമ്മൾ കടന്നു. കാരണം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നിട്ട് ഫില്ലറുകൾ സെറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് സൈഡെല്ലാം അടച്ച് സെറ്റ് ചെയ്യുക. 3ക്ക് 3 സ്ക്വയർ ട്യൂബാണ് നമ്മൾ ഫില്ലറിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഇത്തിരി ഹൈറ്റ് പോരാത്തതുകൊണ്ട് ചെറിയ ജോയിൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് വയ്ക്കുക എന്നുള്ള പ്ലാനിങ് ആണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് അതെല്ലാം സെറ്റ് ചെയ്ത് നാളെ മുതൽ നമ്മൾ ഫില്ലർ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, ഘട്ടമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോകളും ഓരോ ഭാഗങ്ങളുമായിട്ട് ഓരോരോ ദിവസം നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബായ്.